നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന നെല്ല് കൊയ്ത് എടുക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നെല്ല് എങ്ങനെ കൊയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് കൊയ്ത്ത് മെഷീനിൽ നിന്ന് കൊയ്തിട്ട് നമ്മൾ ട്രാക്ടറിലേക്ക് നെല്ല് കൊയ്ത് എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതെങ്ങനെയാണ് കൊയ്യണമെന്നുള്ള കൊയ്ത്ത് മെഷീൻ എങ്ങനെ കൊയ്യണത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വീല് കറങ്ങിയിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ നെല്ല് അടിവശം കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഓരോ പൊസിഷനിൽ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ഈ കൃഷിയുടെ ഫുള്ള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കയറി നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുക, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ നെല്ല് കൊയ്തെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാടി ഓഫീസർമാരൊക്കെ വന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതിനനുസരിച്ച് എത്ര വാട്ടർ തൂക്കമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് നെല്ലെടുക്കുക. പിന്നെ അതുപോലെ നെല്ലുകൾ ഇങ്ങനെ കൊയ്ത് ഓരോ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിനനുസരിച്ച് കൊയ്യണം. അപ്പോൾ 140 ദിവസത്തിൻ്റെ നെല്ലുകളുണ്ട്, പിന്നെ അതുപോലെ 90 ദിവസത്തിൻ്റെ ഉണ്ട്. അങ്ങനെ പല അളവിലും ഓരോ നെല്ലിനും ഓരോ ഇതിനും ഓരോ കണക്കുകളുണ്ട്. ആ കണക്കിനനുസരിച്ചിട്ടാണ് കൊയ്തെടുക്കുക. പിന്നെ ഈ കൊയ്തെടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിളവായതിൻ്റെ ശേഷം കൊയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെല്ലിന് വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശതമാനം കിഴിവ് അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നല്ല ഉണക്കായതിൻ്റെ ശേഷം കൊയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉണക്കായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിന് മുകളിൽ പോയിട്ട് ഒരു മണിയൊക്കെ എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കിയാൽ നല്ല കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ പൊട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല ഉണക്കായി എന്നുള്ളത് അറിയാൻ പറ്റും. ഉണക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്യുന്ന സമയത്ത് നന്നായി ഇങ്ങനെ വരുന്ന പോലെയാണ്. ഈ വൈക്കോലൊക്കെ നല്ല ഉണക്കം വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കൂടുതൽ പറ്റുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ പല ആൾക്കാരും എന്നോട് ഇങ്ങനെ എങ്ങനെയാണ് നെല്ല് കൊയ്തെടുക്കണമെന്ന് അറിയാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊയ്തെടുക്കുന്നത്. അപ്പോൾ കൊയ്തെടുക്കുന്ന കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ കണ്ടിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യാം. കൊയ്യുന്ന സമയത്ത് ഒരുപാട് കൊക്കുകൾ ഇതിൻ്റെ ചുറ്റുഭാഗം വന്നിക്കും. അതിനൊക്കെ ഒരുപാട് പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊക്കുകളൊക്കെ അവിടെ എടുത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ കൊയ്യുന്ന ആ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കൊയ്ത് എടുക്കുന്നത് കണ്ടില്ലേ? ഇതിങ്ങനെ കറക്റ്റായിട്ട് ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ കട്ട് ചെയ്ത് വരും. കട്ട് ചെയ്ത് വന്നതിൻ്റെ ശേഷം ഈ നെല്ല് ഇതിൽ വന്ന് വൈക്കോല് സെപ്പറേറ്റ് വരും. അതുപോലെ തന്നെ നെല്ല് നമുക്ക് സെപ്പറേറ്റ് വരും. ഈ നെല്ലിനെ നമുക്ക് ഈ പൈപ്പ് വഴി നമുക്ക് ട്രാക്ടറിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെ വെച്ച് കൊണ്ടുപോയി ചെരിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് അടുത്ത പറഞ്ഞത്
അപ്പം നെല്ലൊക്കെ കൊയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.